മുന മുനമ്പത്തുകാർക്ക് ഉള്ള ആവശ്യം അവിടെ അവർ കുറച്ച് കാലമായിട്ട് അവിടെ താമസിക്കുകയാണ്. ആ താമസിക്കുന്നവർക്ക് നമ്മുടെ ഇറങ്ങിപ്പോകേണ്ടി വരുന്ന വിഷയം അത് വല്ലാത്ത പ്രയാസം സൃഷ്ടിക്കുന്നതാണ്. അത് ഒഴിവാക്കി കിട്ടണമെന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ആ കാര്യത്തിൽ ദീർഘകാലമായി താമസിക്കുന്നവർ എന്ന നിലക്ക് അവരുടെ അവകാശം എങ്ങനെ സംരക്ഷിക്കാനാകും, അതിനാണ് സംസ്ഥാന സർക്കാർ പ്രാമുഖ്യം കൊടുത്തത്. അതിൻ്റെ ഭാഗമായി അതെങ്ങനെ സാധിക്കും, എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാനാണ് CNR കമ്മീഷനെ നിയോഗിച്ചത്. അതിൽ ചില തർക്കങ്ങളുണ്ടായി. പക്ഷേ ഹൈക്കോടതി അത് ഇപ്പോൾ മുന്നോട്ട് പോകാൻ തന്നെ അവസാനം അനുമതി നൽകി. ആ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ കമ്മീഷൻ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ പ്രദേശത്ത് സമരം നടത്തുന്ന ആളുകളോടൊരു അഭ്യർത്ഥന പൊതുവിൽ നടത്തിയിരുന്നു. അത് ഇത്തരമൊരു സാഹചര്യത്തിൽ സമരം അവസാനിപ്പിച്ച് ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരുന്നവരെ കാക്കുക എന്നൊരു അഭ്യർത്ഥന നടത്തിയെങ്കിലും അതവർ സ്വീകരിച്ചില്ല. അപ്പോൾ അവർക്കെന്തോ മറ്റ് ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷകൾ ചിലർ പോയി പറഞ്ഞപ്പോൾ ഉണ്ടായതാണ്. നമ്മുടെ ഇതിൽ കാണേണ്ട കാര്യം, ഇത് വഖഫുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടിയാണല്ലോ. അപ്പോൾ അതിൽ എങ്ങനെയൊക്കെ ഈ ആശയക്കുഴപ്പമുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുക്കാൻ പറ്റും. ഈ കുളം കലക്കി മീൻ പിടിക്കുക എന്ന് പറയില്ലേ, അങ്ങനെയൊരു നടപടിയിലാണ് ചിലർ വലിയ താല്പര്യം കാണിച്ചത്. യഥാർത്ഥത്തിൽ അതിലേറ്റവും മുൻപന്തിയിൽ നിന്നത് BJP തന്നെയാണ്. സംഘപരിവാറിൻ്റെ അജണ്ട എന്ന നിലക്കാണ് ആ കാര്യങ്ങൾ വന്നത്. ഇപ്പോൾ വഖഫ് നിയമഭേദഗതി ബിൽ മുനിയം വിഷയത്തിൻ്റെ ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം ചിലരൊക്കെ അഴിച്ചുവിട്ടു. അപ്പോൾ അത് പൂർണ്ണ തട്ടിപ്പാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമായത്. പുതിയ നിയമം ഭരണഘടനയുടെ 26-ാം അനുച്ഛേദത്തിൻ്റെ ലംഘനമാണ്. യഥാർത്ഥത്തിൽ ആ പ്രശ്നങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. ഞാൻ കൂടുതലായിട്ട് അതിലേക്കിപ്പോൾ കടന്നു പോകുന്നില്ല. നമ്മുടെ രാജ്യത്തുള്ള മതവിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെയും ഫെഡറലിസത്തിൻ്റെയും ഒക്കെ ലംഘനം അതിൽ കാണാൻ സാധിക്കും. ഒരു തരത്തിലുള്ള മുസ്ലിം അപരവൽക്കരണത്തിനുള്ള, അതുവഴി രാഷ്ട്രീയ നേട്ടത്തിനുള്ള അവസരങ്ങളായിട്ടാണ് ഈ ബില്ലിനെ സംഘപരിവാർ കണ്ടത്. കഴിഞ്ഞയാഴ്ച ഞാൻ പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇതിപ്പോൾ മുസ്ലിമിനെതിരെയെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും അത് മുസ്ലിമിനെതിരെ മാത്രമല്ല നിൽക്കുക. അതാണ് ഓർഗനൈസറുടെ ലേഖനം പിന്നീട് വ്യക്തമാക്കിയത്. അവർ പറഞ്ഞത് ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിലുള്ള സ്വത്തുക്കൾ വളരെ കൂടുതലാണ് എന്നാണ്. ഏറ്റവും കൂടുതൽ സ്വത്ത് അവർക്കാണുള്ളത് എന്ന ഒരു പരാമർശം തന്നെ നടത്തുകയുണ്ടായി. ഇതിൽ ഒരു കാര്യം മറന്നു പോകരുത്. നേരത്തെ ഞാൻ പറഞ്ഞ അടിസ്ഥാന നിലപാടുണ്ട് സംഘപരിവാറിന്, RSSന്. അത് രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായിട്ടാണ് ന്യൂനപക്ഷങ്ങളെ അവർ കാണുന്നത്. രണ്ടുപേരുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ, മുസ്ലിമും ക്രിസ്ത്യാനിയും. അതിലവർക്ക് വേർതിരിവുണ്ടായിട്ടില്ല. ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കൾ എന്ന ഗണത്തിലാണ് ഈ രണ്ട് കൂട്ടരെയും പെടുത്തിയത്. അതിൻ്റെ ഭാഗമായുള്ള സമീപനമാണ് അവർ സ്വീകരിച്ചു പോകുന്നത്. അപ്പോൾ ഈ ബില്ലിൽ അവരുടെ ആ സമീപനം വെറുപ്പിൻ്റെയും വിഭജനത്തിൻ്റെയും രാഷ്ട്രീയമാണ് അതിൻ്റെ ഉള്ളടക്കമായി വന്നത്. അങ്ങേയറ്റം ന്യൂനപക്ഷ വിരുദ്ധമായതും ഭൂരിപക്ഷ വർഗീയതയെ സംതൃപ്തിപ്പെടുത്തുന്നതുമായ ഒരു നടപടിയിലേക്കാണ് നിർഭാഗ്യവശാൽ കേന്ദ്ര ഗവൺമെൻറ് കടന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കേരള നിയമസഭ അതിനെതിരെ ഏകണ്ഠമായി ഒരു പ്രമേയം അംഗീകരിച്ചത്.
ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ ശക്തിയുക്തം ഇതിനെതിരെ ഇടതുപക്ഷം എതിർപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ ഭരണഘടനാ വിരുദ്ധമായ ബിൽ പാർലമെൻറ്റ് പാസ്സാക്കി അതിനുശേഷം മുനമ്പത്തെ വിഷയത്തിനുള്ളൊരു ഒറ്റമൂലിയാണ് ഇത് എന്ന ഒരു ആഖ്യാനം സംഘപരിവാർ വലിയ തോതിൽ പ്രചരിപ്പിച്ചു. അപ്പോൾ ഇതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും കണക്കുകൂട്ടലുകളും ഉണ്ടായി എന്താണ് വസ്തുത. ഇപ്പോൾ വഖഫ് നിയമ ഭേദഗതി നിയമം വന്നതുകൊണ്ട് മുനമ്പത്ത് ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്നില്ല. നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല എന്ന് കേന്ദ്ര മന്ത്രി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ പാസ്സായ ബില്ലിലെ ഏത് ക്ലോസാണ് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നില്ല എന്ന് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇതേവരെ അവരാരും അത് വ്യക്തമാക്കിയിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിരൺ റിജ്ജു കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് അദ്ദേഹത്തെ മുനമ്പത്ത് എത്തിച്ചുകൊണ്ടാണ് BJP രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ അദ്ദേഹം കൊച്ചിയിൽ വെച്ചൊരു പത്രസമ്മേളനം നടത്തി. അപ്പോൾ നിങ്ങളെ സുഹൃത്തുക്കൾ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും സത്യം അങ്ങോട്ട് വീണുപോയി. യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിച്ച കാര്യത്തിന് നേരെ വിപരീതമായിട്ടുള്ള പരാമർശമാണ് അദ്ദേഹത്തിൻ്റെ നാക്കിൽ നിന്ന് വന്നത്. അത് യഥാർത്ഥ വസ്തുതയാണ്. അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും അപാകതയുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തെ കൊണ്ടുവന്നതിൻ്റെ പിന്നിലുള്ള ആ രാഷ്ട്രീയം പൊളിഞ്ഞുപോയി. അതോടെ വഖഫ് ഭേദഗതിയിലൂടെ മാത്രം മുനമ്പൻ ജനതയ്ക്ക് നീതി ലഭിക്കില്ലെന്നാണ് കേന്ദ്രമന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്നത്. അപ്പോൾ BJP കൊട്ടിഘോഷിച്ച വ്യാജ ആഖ്യാനങ്ങളെല്ലാം ഉടഞ്ഞു പോകുന്ന നിലയായി. പ്രശ്നപരിഹാരത്തിന് സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം തുടരണം, ഇതാണ് കേന്ദ്രമന്ത്രിയുടെ ഉപദേശം. അപ്പോൾ അവിടുത്തെ സമരസമിതി കൺവീനറുടെ പ്രതികരണം നമ്മളെല്ലാം കേട്ടല്ലോ. അത് കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ കേട്ട് ഞെട്ടിപ്പോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയായി പുറത്തു വന്നത്. യഥാർത്ഥത്തിൽ ഈ മുനമ്പത്തുള്ള അവരെ പറഞ്ഞു പറ്റിക്കാനാണ് BJP ശ്രമിച്ചത്. മുനമ്പത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ ന്യായമാണ്. അതിൻ്റെ പരിഹാരത്തിനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. അതിലാർക്കും സംശയം വേണ്ടതില്ല. ആ ജനതയെ സംരക്ഷിക്കാനുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിന് പക്ഷേ നിയമപരമായ പരിരക്ഷ വേണം. എങ്ങനെയാണത് സാധിക്കുക എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഭരണഘടനാ വിരുദ്ധമായ വഖഫ് ബിൽ പാർലമെൻറ്റിൽ പാസ്സാക്കിയ സവിശേഷ സാഹചര്യത്തെ മുൻനിർത്തി ഒരുതരം ദുഷ്ടലാക്കോടെയുള്ള ലാഭം കൊയ്യാനുള്ള നീക്കങ്ങളാണ് BJP നടത്തിയത്. ഇവിടെ ദൗർഭാഗ്യവശാൽ അതിന് പിന്തുണ നൽകുന്ന തരത്തിലുള്ള വാക്കുകളാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്നടക്കം ഉണ്ടായത്. ഇതോടൊപ്പം കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അത് നിങ്ങളിപ്പോൾ ചോദിച്ചില്ലെങ്കിലും അതുകൂടി പറഞ്ഞാളിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നമ്മുടെ കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. കോൺഗ്രസ് UDFൽ കോൺഗ്രസ് കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാന പാർട്ടിയാണത്. അവർ തമ്മിൽ ആരാണ് മുൻപിൽ തന്നെ ഉള്ള തർക്കം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. പക്ഷേ ഈ വിഷയത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാട് തീർത്തും ഇരട്ടത്താപ്പിൻ്റേതാണ്. ഒരു വിഷയമാണ് ഉന്നയിക്കുന്നത്. അത് തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ വിചിത്രമായ നിലപാട്. അത് വഖഫ് വിഷയം കാപട്യപൂർണമായി അവർ ഉപയോഗിക്കുന്നുവെന്ന് തെളിയിക്കുകയാണ്. സർ സെയ്ദ് കോളേജ് മാനേജ്മെൻറ്റ് ഭരിക്കുന്നത് മുസ്ലിം ലീഗ് നേതൃത്വമാണ്. തളിപ്പറമ്പ് നഗരസഭ മുൻ ചെയർമാനും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരൊരാളുമായ മെഹമൂദ് അള്ളാങ്കുളം അടക്കമുള്ള
നേതാക്കളാണ് ആ മാനേജ്മെൻറ്റിലുള്ളത്. വടക്കേ മലബാർ മേഖലയിലെ സാമൂഹ്യവും രാഷ്ട്രീയവുമായി പിന്നോക്കം നിൽക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി 1967 ഈ കോളേജ് ആരംഭിക്കുന്നത്. കോളേജ് തുടങ്ങാൻ ഭൂമിയില്ലായിരുന്നു. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ജസ്റ്റിസ് ഖാലിദിനെ അറിയാലോ, അദ്ദേഹം സുപ്രീം കോടതി ജസ്റ്റിസായി പിരിഞ്ഞ ആളാണ്. അപ്പോൾ അദ്ദേഹം അന്ന് ജസ്റ്റിസ് ആയിട്ടില്ല. അപ്പോൾ അദ്ദേഹം CDMEA സ്ഥാപക പ്രസിഡൻ്റായി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ തളിപ്പറമ്പ് ജുമാ മസ്ജിദ് മുതവല്ലി KV സൈനുദ്ദീൻ ഹാജിക്ക് അദ്ദേഹം ഒരു അപേക്ഷ നൽകി. തളിപ്പറമ്പ് ജുമാ മസ്ജിദിൻ്റെ ഉടമസ്ഥതയിലുള്ള 25 ഏക്കർ ഭൂമി കോളേജ് തുടങ്ങാൻ വിട്ടു നൽകണം. ഇതായിരുന്നു ആവശ്യം. ഈ ആവശ്യം അംഗീകരിച്ച് തളിപ്പറമ്പ് ജുമാ മസ്ജിദ് മുതവല്ലി KV സൈനുദ്ദീൻ ഹാജി 23/7/1966 പ്രസ്തുത ഭൂമി ഈ CDMEA മാനേജ്മെൻറ്റിന് പാട്ടത്തിന് നൽകണം എന്ന് വഖഫ് ബോർഡിന് അപേക്ഷ സമർപ്പിച്ചു. നിബന്ധനകൾ മുൻനിർത്തി മാനേജ്മെൻറ്റിന് ഭൂമി നൽകാൻ 17/9/1966 വഖഫ് ബോർഡ് ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. ഉത്തരവനുസരിച്ച് 204/1967 അങ്ങനെയുള്ള ഒരു നമ്പർ പ്രകാരം ജില്ലാ രജിസ്ട്രാർ P. രാധാകൃഷ്ണ മേനോൻ മുൻപാകെ 44.5 രൂപ ഫീസ് അടച്ച് തളിപ്പറമ്പ് ജുമാ മസ്ജിദ് മുതവല്ലി KV സൈനുദ്ദീൻ ഹാജി 1-ാം നമ്പറുകാരനും CDMEA സ്ഥാപക പ്രസിഡന്റ് അഡ്വക്കേറ്റ് V. ഖാലിദ് 2-ാം നമ്പറുകാരനുമായി എഴുതിയ ലീസാധാര പ്രകാരം സർ സയ്യിദ് കോളേജ് നിർമ്മിക്കുകയും 54 വർഷം വാടക നൽകുകയും ചെയ്തിരുന്നു. ഏക്കറിന് 1 വർഷം 5 രൂപ തോതിൽ 125 രൂപ വാടക നിശ്ചയിക്കുകയും 3000 രൂപ മാനുഷം കൈപ്പറ്റുകയും ചെയ്തു. പിന്നീട് 18/1/2007 മുതൽ 3000 രൂപയും 31/10/2016 മുതൽ 3 ലക്ഷം രൂപയുമാക്കി വർദ്ധിപ്പിച്ചു. 2021 വരെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. 1967 കാലത്ത് മലബാറിൽ ജീവിച്ച് പ്രഗത്ഭനായ നിയമവിദഗ്ധനായി സുപ്രീം കോടതിയിലടക്കം സേവനമനുഷ്ഠിച്ച് ജസ്റ്റിസ് V. ഖാലിദിനെ പോലുള്ള നിയമവിദഗ്ധരും CKP ചെറിയോമുക്കയി, പിലാക്കണ്ടി ഹുസൈൻ സാഹിബ് തുടങ്ങിയ സാമൂഹ്യ രാഷ്ട്രീയ വിദ്യാഭ്യാസ പ്രവർത്തകരും ചേർന്ന് നടത്തിയ ലീസ് ആധാരം നിലവിലെ ലീഗ് നേതാക്കൾ ആയ CDMEA ഇപ്പോഴത്തെ ഭാരവാഹികൾ തള്ളിപ്പറയുകയാണ്. ഇതാണ് പ്രശ്നം. ഹൈക്കോടതി നൽകിയ 12/095/2025 നമ്പർ റിട്ട് ഹർജിയിൽ ലീഗ് നേതൃത്വം നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം പ്രകാരം സർ സയ്യിദ് കോളേജ് സ്ഥിതി ചെയ്യുന്ന വസ്തു തളിപ്പറമ്പ് ജുമാ മസ്ജിദിൻ്റേതല്ലെന്നും അത് നരിക്കോട് ഈറ്റിശ്ശേരി ഇല്ലം വകയാണ് എന്നുമുള്ള വിചിത്രമായ കണ്ടെത്തലാണ് ഉന്നയിച്ചിരിക്കുന്നത്. പള്ളിയുടെ ഉടമസ്ഥതയിൽ വർഷങ്ങളായുള്ള ഭൂമി വഖഫ് പ്രോപ്പർട്ടി അല്ലെന്ന നിലപാടെടുക്കാൻ ലീഗ് നേതൃത്വത്തെ പ്രേരിപ്പിച്ച ചേതോവികാരം എന്താണ് എന്ന് അവർ തന്നെ വ്യക്തമാക്കേണ്ടതാണ്. വഖഫ് ഭൂമികൾ കൈവശപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെൻറ് പുതിയ നിയമം കൊണ്ടുവന്ന കാലത്ത് ലീഗിൻ്റെ നേതൃത്വമെടുത്ത ഈ തീരുമാനത്തിൽ അവിടെ വലിയ ജനവികാരം ഉയർന്നു വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് വഖഫ് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിൽ ലീഗിന് പരസ്പര വിരുദ്ധ നിലപാടുണ്ടാകുന്നു? BJPയുടെ വഞ്ചനാപരവും വർഗീയ ലക്ഷ്യത്തോടെയുമുള്ള നിലപാടുകളെ തുറന്നുകാട്ടുകയും ശക്തമായി എതിർക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഇത്തരം ഇരട്ടത്താപ്പ് നയം ബന്ധപ്പെട്ടവർ ഉപേക്ഷിക്കേണ്ടതായിട്ടുമുണ്ട്. അത് BJPക്ക് സഹായകരമായിട്ടാണ് മാറുക എന്ന് കൂടി കാണണം. അതാണ് അതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം. അവരുടെ സ്വത്ത് കണ്ടെത്തുന്നു. അതൊക്കെയാണ് കേരളത്തിലും
മാർച്ച് കഴിഞ്ഞു. പക്ഷേ ഇതുവരെ ഇങ്ങനെ ആയിരുന്നില്ല കേരളത്തിലെ കോൺഗ്രസിന്റെ ഇഡിയോടുള്ള കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ നിലപാടിലുണ്ടായിരുന്ന ഒരു വൈരുദ്ധ്യമാണ്. അത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ നേരെ ഇ ഡി വരുമ്പോൾ അതിനെതിരെയുള്ള നിലപാട് അവരെടുക്കാറുണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ നേരെ ഇ ഡി വരുമ്പോൾ അവർ ആ നിലപാടെടുക്കാറില്ല എന്നുള്ളതാണ്. അതിപ്പോൾ ഡൽഹിയിൽ തന്നെ കേജ്രിവാളിൻ്റെ കേസെടുത്താലും അതിൻ്റെ തുടർച്ചയായുള്ള നടപടികളെടുത്താലും എന്തുകൊണ്ട് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല, കേസിൽ പെടുത്തുന്നില്ല എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് കോൺഗ്രസ്സിൽ നാം കേട്ടിരുന്നത്. അത് കേരളത്തിലെ കോൺഗ്രസ് മാത്രമല്ല, അവിടുത്തെ കോൺഗ്രസും സ്വീകരിച്ചൊരു നിലയാണ്. അതിൻ്റെ ഭാഗമായി ഇവിടെയും ആ നിലയാണ് എടുത്തത്. എന്നാൽ തെറ്റായ കാര്യങ്ങൾ തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം എപ്പോഴും കാണിക്കണം. ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും ആ നിലപാടാണ് സ്വീകരിച്ചു പോയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കത്ത് എനിക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമപരമായി അദ്ദേഹം അതിനെ ചോദ്യം ചെയ്യാനും തയ്യാറാകുന്നുണ്ട്. സാധാരണഗതിയിൽ അതിൻ്റെ ഒരു ഘട്ടം എത്തിയതിനു ശേഷം നമുക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്നുള്ളത്.